നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നാളെയാണ് വിധി എഴുതാൻ പോകുന്നത്. നിലമ്പൂരിലെ വോട്ടർമാർ 21 നാൾ നീണ്ട പ്രചാരണത്തിന് ഒടുവിലാണ് നാളത്തെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്ര സാമഗ്രികളും ഇന്ന് വിതരണം ചെയ്യും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. അതേസമയം ഇടതുപക്ഷം ജനസംഘവുമായി കൂട്ടുകൂടിയവരാണെന്ന് എം വി ഗോവിന്ദൻ ആര്യാടൻ ഷൗക്കത്ത് മറുപടി നൽകി. മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആദ്യം പ്രതികരണത്തിൽ. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ളൊരു പങ്കാളിത്തവും ആവേശമൊക്കെയായിരുന്നു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു മനുഷ്യക്കടൽ പോലെ ആർത്തിരമ്പിയ ഒരു അനുഭവമായിരുന്നു. അപ്പം അതൊരു അവിസ്മരണീയമായ അനുഭവമാണ്. അതിൻ്റെ ഒരു ആവേശവും ആഹ്ലാദവും ഒക്കെയാണ് എല്ലാവരിലും ഉള്ളത്. പതിവിൽ കവിഞ്ഞ പങ്കാളിത്തവും നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കാലത്തുമില്ലാത്ത ഒരു വേവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖ്യത്തിനെതിരെയാണ്. അതിനെ മറികടക്കാൻ പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പല സാധ്യതകളും, വിവാദങ്ങളുണ്ടാക്കുക, എല്ലാ വിഭാഗങ്ങളെയും ഇതേപോലെ സഖ്യങ്ങളുണ്ടാക്കുക, ഇതൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ആര്യാടൻ ഷൗക്കത്തിന്റെയും ഒപ്പം എം സ്വരാജിന്റെയും പ്രതികരണം നമ്മൾ കേട്ടു. നിലമ്പൂരിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് മികച്ച വിജയം നേടാനാകുമെന്ന് തന്നെയെന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത്. CV അനുമോദും VV അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം VV അരുണിലേക്കാണ് പോകുന്നത്. അരുൺ, വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും ഉള്ളത്. ഇപ്പോൾ കൂട്ടിയും കിഴിച്ചുമൊക്കെ എങ്ങനെ വോട്ട് ലഭ്യമാകും, ഏത് തരത്തിലാകും ഭൂരിപക്ഷം ഉണ്ടാവുക എന്നൊക്കെയുള്ള വലിയ ആലോചനയിലാണ് ഇരു മുന്നണികളും ഉള്ളത്. അതിനിടയിൽ അടിയൊഴുക്കിനുള്ള സാധ്യതകളും നമ്മൾ കാണണം. നമുക്കറിയാമല്ലോ, നിലമ്പൂർ അത്രത്തോളം ട്വിസ്റ്റുകളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ അൻവർ എന്ന് പറയുന്ന ഹൈലൈറ്റ് ഫാക്ടറുണ്ട്. അൻവർ ആർക്ക് തുണയാകും, കെണിയാകുമെന്നൊക്കെ 23-ാം തീയതി നമുക്കറിയാം. എങ്ങനെയാണ് ഇരു മുന്നണികളുടെയും ഒരു കണക്ക് കൂട്ടലുകൾ ഉള്ളത്? ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാന വട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിലും ചില വിമർശനങ്ങളുമായി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് രംഗത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ മറുപടിയുമായി എം സ്വരാജിനെയും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ? ആര്യ, ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇരു മുന്നണികൾ മാത്രമല്ല, 3 മുന്നണികളും PV അൻവറും വലിയ ആത്മവിശ്വാസത്തിലാണ്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജുമായി അല്പസമയം ഞാൻ സംസാരിച്ചു. അദ്ദേഹവും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇടത് വലത് മുന്നണികൾക്കെതിരായ ജനം വിധി എഴുതും. നരേന്ദ്രമോദിക്ക് നിലമ്പൂരിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയാണ് BJP സ്ഥാനാർത്ഥി പങ്കുവച്ചത്. UDF ക്യാമ്പ് 15,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രവചിക്കുന്നു. കംഫർട്ടബിൾ മജോറിറ്റി എന്ന പതിവ് നിലപാട് LDF ക്യാമ്പും ആവർത്തിക്കുന്നു. അവർക്ക് വലിയ പ്രതീക്ഷ ഒരുപക്ഷെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിലാണ്, സ്ഥാനാർത്ഥി ലഭിക്കുന്ന വോട്ടിലാണ്. ഏതായാലും PV അൻവർ 2 മുന്നണികളെ പിന്നിലാക്കുമെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അൻവറിൻ്റെ ക്യാമ്പ് 20,000 മുതൽ 30,000 വരെ വോട്ടെങ്കിലും അൻവർ പിടിക്കും എന്ന ഒരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വലിയ ശക്തമായ പോരാട്ടമുണ്ടെന്ന് ഉറപ്പാണ്. കാറ്റ് ആർക്ക് അനുകൂലം ആർക്ക് പ്രതികൂലമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിലമ്പൂരിൽ പല ഘടകങ്ങൾ മാറി മറിയുന്നുണ്ട്. നിലമ്പൂരിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ചർച്ചയെ വന്നേക്കാം. വന്യജീവി സംഘർഷങ്ങൾ ജനം ഏറ്റവും അധികം അവരെ ബാധിച്ച വിഷയമാണ്. അതിലവർ ഒരു നിലപാടെടുത്തേക്കാം. അങ്ങനെ പലതരം വിഷയങ്ങളുണ്ട്. പലസ്തീൻ, നിലമ്പൂർ മുതൽ പലസ്തീൻ വരെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും നിശബ്ദ പ്രചരണത്തിന് തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഉള്ളത്. അവർ ആ രീതിയിൽ ഇപ്പോഴും ഓരോ വോട്ടും പിടിക്കാൻ നമ്മൾ 3 സ്ഥാനാർത്ഥികളെ രാവിലെ കണ്ടിരുന്നു. 3 പേരും ആ തിരക്കിലാണ്. PV അൻവറിൻ്റെ പ്രചരണവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ ഒരു ചാനലിന് MV ഗോവിന്ദൻ നൽകിയ പരാമർശമാണ്, RSSുമായും ഞങ്ങൾ സഹകരിച്ചിരുന്നു, അതൊരു കാലം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലത്തിലെ കാര്യം അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി. ഈ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനെതിരെ അന്നത്തെ ജനതാ പാർട്ടിയുമായി അടക്കം ചേർന്ന് പ്രവർത്തിച്ചതിനാണ് MV ഗോവിന്ദൻ പരാമർശിച്ചത്. അത് ഇതിനകം പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വിവാദം ഇപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ ഉയർത്തിയിട്ടുണ്ട്. 10 മണിക്ക് പ്രതിപക്ഷ VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. സ്വാഭാവികം അതേ ഒരു വിഷയം ഉന്നയിക്കും. എം സ്വരാജിൻ്റെ മറുപടിയും വന്നിട്ടുണ്ട്. വ്യക്തമായി
കൃത്യമായി എന്താണ് എപ്പോഴാണ് ജനതാ പാർട്ടിയുമായും ജനസംഘവുമായും ഒക്കെ ഇടതുമുന്നണിക്ക് CPIക്കും CPMനുമൊക്കെ പല ഘട്ടങ്ങളിൽ ചേരേണ്ടി വന്നത്, പിന്നീട് എന്തുകൊണ്ട് ഇതിൽ പിന്മാറി, ആരാണ് RSSുമായി ചേർന്ന് മത്സരിച്ചത്, RSSന് വേണ്ടി പ്രഖ്യാപിച്ച സ്ഥാനത്തെ പിൻവലിച്ചത് ആരാണെന്ന അടക്കമുള്ള കേരള രാഷ്ട്രീയ ചരിത്രം വ്യക്തമായിക്കൊണ്ട് ഈ ആരോപണങ്ങൾക്ക് സ്വരാജ് ഇടതു സ്ഥാനാർത്ഥി മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ ഇനിയും വിഷയങ്ങൾ മാറി മാറി വരും. പുതിയ വിഷയങ്ങളും നിലവിലുള്ള വിഷയങ്ങളും ചർച്ചയാകും. ഓരോ വോട്ടും ഉറപ്പിക്കുക, അതാണിപ്പോൾ സ്ഥാനാർത്ഥികൾക്കുമുള്ള വലിയ വെല്ലുവിളി. സ്വരാജ് യുവ വോട്ടർമാരിൽ വലിയ ലക്ഷ്യമിടുന്നുണ്ട്. പുതിയ വോട്ടർമാർ തനിക്ക് ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് ഒരു ജിംനേഷ്യം സന്ദർശിച്ച് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. NDA സ്ഥാനാർത്ഥി ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ഈ BJP ഓഫീസ് സമീപമുള്ള ഭാഗത്ത് കടകൾ കയറി വോട്ട് ചോദിച്ചു. ആര്യാടൻ ഷൗക്കത്തും അങ്ങനെ പല ഉന്നതികളിലും ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പര്യടനം. അങ്ങനെ ഓരോ ഇഞ്ചും വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കാനുള്ള സമയമാണ് ഇനി സ്ഥാനാർത്ഥികൾക്ക്. അടിയൊഴുക്കുകൾ ഉണ്ടാകാതിരിക്കാനും തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്ന അടിയൊഴുക്കുകളെ മാറ്റാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി നേതൃത്വവും സ്ഥാനാർത്ഥികളും. ആര്യ, തീർച്ചയായും VV അരുണാണ് ചേർന്നത് വിവരങ്ങളുമായി. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. ഈ അവസാന ദിവസവും നിശബ്ദ പ്രചരണത്തിന്റെ സമയത്തും വാഗ്വാദങ്ങൾക്കൊന്നും ഒരു അവസാനമില്ല എന്നുള്ളതാണ്. CV അനുമോദ് കൂടി നമുക്കൊപ്പമുണ്ട്. അനുമോദ്, എന്തായാലും ഈ വിവാദങ്ങളും വിമർശനങ്ങളും വാക്പോരും ഒക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരുന്ന നിലമ്പൂരിലെ വോട്ടർമാർ നാളെ അവരുടെ വിധി എഴുതുകയാണ്, സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയാണ്. ആർക്കൊപ്പം നിൽക്കുമെന്നത് 23-ാം തീയതി നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ആര്യ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, അതായത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് ചുങ്കത്തറ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് 315 അതായത് 263 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യേണ്ടത്. പക്ഷേ ഇതുവരേക്കും ഇവിടെ വിതരണം തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥർ എത്തിച്ചേരാൻ വൈകുന്നതാണ് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകാനുള്ളൊരു കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. പല ഉദ്യോഗസ്ഥരുടെ സീറ്റുകളും അല്ലെങ്കിൽ അവർ ടേബിളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വൈകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. കാരണം നിലവിൽ തന്നെ 8 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞതായിരുന്നു. അത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനി 10 മണി കഴിയും ഒരുപക്ഷെ തുടങ്ങിയേക്കാൻ എന്നാണ് അറിയുന്നത്. നമുക്കറിയാം നിലമ്പൂരിലെ ദുർഘടമായ സാഹചര്യങ്ങളുണ്ട്, ഭൗതിക സാഹചര്യങ്ങൾ വേറെ ദുഷ്കരമായ ഇടങ്ങളുണ്ട്. അവിടേക്കൊക്കെ എത്തിച്ചേരാൻ വളരെ നേരത്തെ തന്നെ ഈ ഒരു സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതിനൊക്കെ അല്പം കാലതാമസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതുവരെയും പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതമായി വൈകുന്നതാണ് ആദ്യമായി നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ നിശബ്ദ പ്രകടനത്തിൽ ഒരു PV അൻവർ ഈ നിലമ്പൂരിലേക്ക് അല്പസമയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം വിവിധ ഇടങ്ങളിൽ ഈ നിശബ്ദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃത്യമായൊരു ഷെഡ്യൂള് നമുക്ക് എന്നത്തെയും പോലെ ഇന്നും ലഭിച്ചിട്ടില്ല. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആദിവാസി ഉന്നതികളിലും അതുപോലെ കോളേജുകളിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് നിശബ്ദ പ്രകടനത്തിൻ്റെ ദിവസം ഉച്ചവരെ സന്ദർശനം നടത്തുക. അദ്ദേഹം 10 മണിയോടെ മൂത്തെടുത്ത് എത്തി കോളേജുകളിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ നിശബ്ദ പ്രചരണ യാത്ര ആരംഭിക്കും. അൻവറിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അതേസമയം സ്വരാജിൻ്റെയും മോഹൻ ജോർജിൻ്റെയും പ്രചരണം വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ മാറി മാറി വരുന്ന സാഹചര്യമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂരിലെ കാലാവസ്ഥ പോലെ തന്നെ അനിശ്ചിതത്വവും പ്രവചിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പലതാണെങ്കിലും അവസാനം ജനമനസ്സുകളിൽ ഏത് വിഷയമാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ് എന്നത് വലിയ തോതിൽ തന്നെ ആളുകൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അവരുടെ ബാലറ്റിലൂടെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എത്രത്തോളം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. 6 മാസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നൊരു നിസ്സംഗത ഒരു ഗ്രാമീണ മേഖലകളിലെ വോട്ടർമാരിലുണ്ട് എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. നമ്മൾ അവിടെ പോകുമ്പോഴും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പങ്കുവെക്കുന്നത്. പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു സാധ്യത അതുകൊണ്ട് തള്ളിക്കളയാനാകില്ല. കാലാവസ്ഥയും
വലിയ ഘടകമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. കനത്ത മഴയിൽ എപ്പോൾ വേണമെങ്കിലും നദിയിലെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കുറയാം. അപ്പോൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ പോലെ തന്നെ അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് നിലമ്പൂരിലുള്ളത് എന്നത് നാളത്തെ പോളിംഗ് ഡേ ദിവസവും വലിയ ഒരു സസ്പെൻസ് നിലനിർത്തുന്ന കാര്യമാണ്. എന്താണെങ്കിലും പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കും എന്നൊരു വിലയിരുത്തൽ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു ആലോചന നേതൃത്വങ്ങളുടെ ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്.